കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോലിസ് കിംഗ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി. പക്ഷേ കുക്കിംഗ് കഴിഞ്ഞ് ഇതുവരെയും ഡിഷസ് ഒന്നും സെർവ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അണ്ണൻ അവിടെ വറുത്ത് കോരിക്കൊണ്ടിരിക്കുന്നത് ക്രാബിൻസിന് അടുത്ത സീസൺ വിൽക്കാനുള്ള ഏത്തക്ക ചിപ്സ് ആണോ എന്ന് മാത്രമേ ഉള്ളൊരു സംശയം. ഇടയിൽ കുറേ സമയമായി ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാറാവുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാനത്തെ വിദേശ സ്ട്രൈക്കറിന്റെ കാര്യത്തിൽ കൺഫർമേഷൻ വന്നിട്ടില്ല. സ്റ്റീവൻ ജവാറ്റിക്കിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ശ്രമം വിജയത്തിലെത്തിയാലും നമ്മളത് ആഘോഷിക്കും. പക്ഷേ അത് വിജയിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും പ്രശ്നത്തിലാണ്. നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രണ്ട് ഓപ്ഷനുകളും കൂടി ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പങ്കുവെക്കാൻ ഒരുപാട് ആശങ്കകളും നിരാശകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെയൊക്കെ നല്ല പൈസയ്ക്ക് വിറ്റ് തൊലച്ച് കളഞ്ഞിട്ട് പോലും ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ജിക്സൺ സിംഗ് കനോജത്തിനെ ഇന്ത്യൻ ട്രാൻസ്ഫർ ഫുട്ബോളിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസ് വാങ്ങിച്ച് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് ഈസ്റ്റ് ബംഗാളിലേക്ക് വിട്ട് കളഞ്ഞപ്പം അതിന് പകരം വെക്കാൻ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. വിപിന്റെ കാര്യം ഓഫ് കോഴ്സ് വിപിൻ നല്ല പ്ലെയർ തന്നെയാണ്. വിപിൻ നല്ല ക്രിയേറ്റീവായിട്ട് പെനട്രേറ്റീവ് ക്രിയേറ്റീവ് പാസുകൾ മുന്നിലേക്ക് നൽകുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഈ വിപിൻ മോഹനന് ജീക്സൺ സിംഗ് കനോജത്തിനെ പോലെ കളിയുടെ പേസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. എതിരാളികളുടെ ആക്രമണം തിരമാല പോലെ ഇടിച്ചു കയറുമ്പോൾ കളിയുടെ ഗതിയെയും വേഗതയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ആക്സൽ ക്ലച്ച് വർക്കിംഗ് സിസ്റ്റം നമ്മുടെ ജീക്സൺ ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവർക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. വിപിന്റെ പാസുകളും ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരുപക്ഷെ ജീക്സനെക്കാട്ടിൽ മികച്ചതാണെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും കളിയുടെ വേഗത നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ജീക്സൺ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കൊരു സെന്റർ ഫോർവേഡ് സൈനിങ് ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നുണ്ട്, വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങളും പിന്നെ ഡ്യൂറന്റ് കപ്പിലെ മത്സരങ്ങളും എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആക്രമണം മുഴുവനും പൊക്കോണ്ടിരിക്കുന്നത് ഇടതു പാർശ്വത്തിലൂടെയാണ്. ലെഫ്റ്റ് വിങ് ഒക്കെയാണ്, ലെഫ്റ്റ് വിങ് സ്ട്രോങ് ആണ്, സെൻട്രൽ പൊസിഷനും ഏകദേശം സ്ട്രോങ് തന്നെയാണ്. പക്ഷേ വലത് പാർശ്വം എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ട് കിടക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലത് പാർശ്വം ആർക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത്ര വീക്കാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശങ്കയും സംശയവും നിരാശയും ഒട്ടും ചെറുതല്ല. നമുക്ക് അടിയന്തരമായിട്ടൊരു റൈറ്റ് വിങ്ങറെ വേണം, റൈറ്റ് ബാക്കിനെ വേണം, പിന്നെ ഒരു നല്ലൊരു സെന്റർ ബാക്കിനെ കൂടി കിട്ടിയാൽ കൊള്ളാം. കൊയേഫ് ഉണ്ട്, ഓക്കെ, കൊയേഫ് നല്ലതാണ്. പിന്നെ പ്രീതം കോട്ടാലെ സെന്റർ ബാക്ക് പൊസിഷനിൽ നന്നായിട്ട് കളിക്കും. പക്ഷേ പ്രീതം കോട്ടാലിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് മറിച്ചടിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഏകദേശം പ്രീതം മോഹൻ ബഗാനിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ വളരെ സജീവമാണെന്ന് തന്നെയാണ് പുറത്തോട്ട് വരുന്ന വിലയിരുത്തലുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും ചില ആളുകളൊക്കെ സസ്റ്റൈനബിൾ ആവും, നമ്മൾ സ്ഥിരതയാണ് വേണ്ടത്, മാങ്ങയാണ് വേങ്ങയാണ് എന്നൊക്കെ പറയും, എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ് വേണ്ടതെന്നൊക്കെ. കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ഫിനാൻഷ്യലി പ്രശ്നത്തിലൂടെ അല്ലാതെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ക്ലബ്ബ്. അത് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ഇതുവരെയും ഒരു ഡൊമസ്റ്റിക് സൈനിങ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഡൊമസ്റ്റിക് സൈനിങ് ഈ സീസണിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അമാവിയെ പോലെയുള്ള താരങ്ങൾ വന്നിട്ടുണ്ട്, ഓക്കെ, അത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ലാക്ക് ചെയ്യുന്ന പ്രദേശങ്ങളിലേക്ക് നല്ല സൈനികൾ വന്നിട്ടില്ല എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പം കരോലിസ് കുക്ക് ചെയ്യാൻ തുടങ്ങിയ സാധനമൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. എന്താണ് കുക്ക് ചെയ്യുന്നത്? ഏത്തക്ക ചിപ്സ് ആണോ കുക്ക് ചെയ്യുന്നതെന്ന് ഇതുപോലെ സംശയങ്ങൾ വന്നാൽ അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല.